ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻസെക്ടിസൈഡാണ്. അതായത് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്താണ് വെള്ളീച്ച, മുഞ്ഞ, അങ്ങനെ ഒരുപാട് ജീവികളുടെ ശല്യമാണ് നമ്മുടെ അത് പൂന്തോട്ടത്തിലും അതുപോലെ തന്നെ പച്ചക്കറി തോട്ടത്തിലും. ഇതിൽ രണ്ടിലും ഒരേപോലെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മരുന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പച്ചമുളക്, അതുപോലെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വെള്ളീച്ച. പച്ചമുളക്, കാന്താരി, തക്കാളി, ഇതിലൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ വെള്ളീച്ച. വെള്ളീച്ച ഒരു ചെടിയിൽ ഒരു ഇലയിൽ ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആ ചെടി മുഴുവൻ നശിപ്പിച്ച് കളയും. ആ ചെടി മാത്രമല്ല, അത് ആ ചെടി ഫുള്ള് രോഗമാക്കി കഴിഞ്ഞിട്ട് അടുത്ത ചെടിയിലേക്ക് മാറും. അങ്ങനെ നമ്മുടെ തോട്ടം മുഴുവൻ തന്നെ നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഈ വെള്ളീച്ച. വെള്ളീച്ചയെ പോലെ തന്നെ നമുക്ക് ശല്യം വരുന്നതാണ് മുഞ്ഞ, അങ്ങനെ കുറേ ജീവികളുടെയൊക്കെ ശല്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വഴുതനയെല്ലാം ചുരുണ്ടു പോകുന്നു. ഇതിനൊക്കെ വളരെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻസെക്ടിസൈഡാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കാന്താരി കണ്ടോ, കാന്താരിയൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് പൂത്ത് കായ്ച്ച് വരുമ്പോഴേക്കും ഇതേപോലെ എന്തെങ്കിലും ജീവികൾ വന്ന് കണ്ടോ, ഇത് വന്ന് ആക്രമിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇലയിൽ നിന്നും തണ്ടിൽ നിന്നുമൊക്കെ നീര് ഈ ജീവികൾ ഊറ്റിക്കങ്ങ് കുടിക്കും. ഊറ്റി കുടിച്ചതിന് ശേഷം നമ്മുടെ ചെടി അതിന് ശേഷം അത് ഒരു ഫ്ലൂയിഡ് നമ്മുടെ ചെടിയിലേക്ക് വിടും. അതായത് ഒരു ബ്ലാക്ക് നിറത്തിൽ പിന്നീട് ആ ഇല അങ്ങ് മാറും. നമുക്കൊരു ഇല അങ്ങ് കറുത്ത നിറത്തിൽ വന്നതിന് ശേഷം ഗ്രാജ്വലി ഇല അങ്ങ് മഞ്ഞ നിറത്തിലായിപ്പോയി ഇലയും ചെടിയും ഫുൾ അങ്ങ് ഉണങ്ങിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മരുന്ന് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത്. ഇതിന് ഏറ്റവും നല്ല ഒരു റെമഡിയാണ് ഞാനിത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കഞ്ഞിവെള്ളം എടുക്കാം. കഞ്ഞിവെള്ളം ഒരു 3-4 ദിവസം വെച്ച് നല്ലതുപോലെ പുളിപ്പിച്ചെടുക്കുക. ഇത് ഞാൻ ചോറും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു പിടി ചോറ് കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് ഇതേപോലെ വെച്ചിട്ട് എടുക്കുക. ഓക്കെ, ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൈസ് ബീർ എന്നൊക്കെ പറയും. ഇത് ധാരാളം വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇൻസെക്റ്റും ഒന്നും വരാതിരിക്കാൻ. അതായത് ഇതിൻ്റെ ഒരു പുളിച്ച ഒരു മണമൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ജീവികളെല്ലാം പറന്നങ്ങ് പോകും. എന്ന് മാത്രമല്ല ചിലന്തി അങ്ങനെയുള്ള ജീവികളെയൊക്കെ നശിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. കുറച്ച് ചോറും കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ എടുത്ത് ഒരു നല്ലപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കുക. അത് ഒരാഴ്ചയ്ക്ക് ശേഷം 4-5 ദിവസം കഴിയുമ്പോൾ എടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ എടുത്ത് ഇനി ഞാനിതൊന്ന് അരിച്ചൊഴിക്കാൻ പോവുകയാണ്. അതായത് കട്ടിയുള്ളതൊന്നും ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രെയറിൻ്റെ വെൻറ്റ് ബ്ലോക്കായി പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് അരിച്ച് എടുക്കണം. ഓക്കെ, നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൽ കംപ്ലീറ്റ് സത്തും നമുക്ക് വേണം. അതിന് വേണ്ടി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ എടുത്തത് ഇത് ഏകദേശം 1 മഗ്ഗുണ്ട്. ഈ 1 മഗ്ഗ് വെള്ളം, ഈ പുളിച്ച കഞ്ഞിവെള്ളം, ഇത് നമ്മൾക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓർക്കുമായിരിക്കും കഞ്ഞിവെള്ളം മാത്രം മതിയോ? കഞ്ഞിവെള്ളം മാത്രം പോരാ. ഇതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കും. അതായത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുൽത്തൈലം എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ ഓയിലാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഇത് പൂന്തോട്ടത്തിലും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പൂന്തോട്ടത്തിലും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും എല്ലാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. പച്ചമുളകിന്, അതുപോലെ തന്നെ തക്കാളി, വഴുതന, കോവൽ, പാവൽ, പടവലം, ഇതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടു, ഇത് നാച്ചുറൽ ഓയിലാണ്. ഈ നമ്മുടെ പുൽത്തൈലം അഥവാ നമ്മുടെ ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയും. യൂക്കാലിപ്റ്റസ് ഓയിലല്ല, ലെമൺ ഗ്രാസ് ഓയിൽ. ഇത് വളരെ പ്രയോജനകരമാണ്. ഇത് എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് എടുക്കൽ, 1 ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. അന്നേരം നിങ്ങൾ ഓർക്കും 1 ലിറ്ററും വെള്ളവും പിന്നെ ഒരു അര മഗ്ഗോളം കാണും നമ്മുടെ കഞ്ഞിവെള്ളം, അല്ലെങ്കിൽ 1 മഗ്ഗ് കുഴപ്പമില്ല. 1 മഗ്ഗ് കഞ്ഞിവെള്ളവും 1 ലിറ്റർ വെള്ളവും കൂടി ഡൈല്യൂട്ട് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പുൽത്തൈലം കൂടി ഒഴിച്ചു കൊടുക്കാം.
പുൽത്തൈലത്തിന് വളരെ നല്ല സ്ട്രോങ് ഫ്രാഗ്രൻസ് ആണ്. ഈ ഫ്രാഗ്രൻസ് ചെടികളിലേക്ക് കിട്ടുമ്പോൾ തന്നെ ഈ ജീവികളെല്ലാം പറന്ന് പോകും. അതിലേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി നമ്മുടെ വെള്ളീച്ചയെ തുരത്താൻ ഇത് വളരെ എഫക്റ്റീവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് എല്ലാം എവിടെയൊക്കെ വെള്ളീച്ചയുണ്ടോ അതുപോലെ ഏതൊക്കെ ജീവികളുടെ ആക്രമണമുണ്ടോ നിങ്ങളിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുക. വളരെ നല്ലതാണ്. ഒരു ഹാംഫുൾ കെമിക്കൽസും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാൻ നമ്മുടെ റോസ് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായില്ല. വളരെ നല്ലതുപോലെ ചെടികൾ ഈ ഒരു വെള്ളീച്ചയുടെ ശല്യം അതുപോലെ വേറെ പല നീരൂറ്റി കുടിക്കുന്ന പല ജീവികളിൽ നിന്ന് നമ്മുടെ ചെടിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാർഗ്ഗം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ലപോലെ പുളിച്ച കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പുൽത്തൈലവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് അന്നേരം തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയാമോ, പുൽത്തൈലം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ നമ്മുടെ വീട്ടിലുള്ള ഈച്ച അതുപോലെ കൊതുകിനെ ഒക്കെ ഓടിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അതിനെ മാത്രമല്ല നമുക്ക് മറ്റുള്ള ജീവികളെയും ഓടിക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇത് നമുക്ക് പല്ലികളെ ഓടിക്കാനും വളരെ നല്ലതാണ്. വീടുകളുടെ കോർണറിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ജീവികളൊന്നും വരാതിരിക്കും. വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസെക്ടിസൈഡാണിത്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ചിലന്തി, നമ്മുടെ ഒരു നല്ലൊരു ചെടിയുണ്ട്, അതിൻ്റെ അകത്ത് ചിലന്തി എപ്പോഴും വന്ന് കൂട് കിട്ടുന്ന ഒരു ചെടിയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിലേക്കൊന്ന് സ്പ്രേ ചെയ്യുമ്പോഴേ നമ്മുടെ ചിലന്തി ഓടി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സ്പ്രേ മാത്രം മതി നമുക്കിതിനെയൊക്കെ ഓടിക്കാൻ, നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ചിലന്തി ഇതുപോലുള്ള ജീവികളെല്ലാം നമ്മുടെ ചെടികളുടെ നീരൂറ്റി കുടിച്ചതിന് ശേഷം ചെടിയെ കംപ്ലീറ്റ് ആയിട്ട് ഉണക്കി കളയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് പറമ്പിലും ഒക്കെ വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റോസ് ചെടികൾക്ക് അതുപോലെ തന്നെ മറ്റ് പല ചെടികൾക്കും, അതുപോലെ തന്നെ നമ്മുടെ കോളിയസ് പ്ലാന്റ് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ഇതുപോലുള്ള ജീവികൾ വന്ന് ആക്രമിക്കുന്നതാണ്. അതിനും ഞാൻ ഇതുപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇത് നമ്മുടെ വെള്ളീച്ചയുടെ മുട്ടയാണ്. ഇതാണ് ഇങ്ങനെ റൗണ്ടായിട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഗ്രാജുവലി ഈ ചെടി മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. ടേക്ക് കെയർ ആൻഡ് ബൈ.